Regarding Rahul Mangodagal issue, you are a godfather. You came up with Rahul Mangodagal. See, come on. There is no godfather in Congress politics. This is party decision. Party has made it stand very clear. Now, before getting a legal complaint, party is suspended. Today, even CM is saying that Congress is protecting Rahul Mangodagal as an MP. As a What moral rights he has got to say that? Even try to promote one MLA who has been accused to the parliament. They gave a ticket in party symbol. They don't have a moral right. Look, the stand that Congress took, no other party has taken in Kerala. So they don't have the moral right to comment on that. അത് ബി ജെ പിയെ സഹായിക്കാൻ വേണ്ടിയാണ്. യഥാർത്ഥത്തിൽ കോൺഗ്രസ് ആണ് ഇപ്പോൾ ഫ്രണ്ട് റൺ ചെയ്യുന്നത് എന്നുള്ളത് കൃത്യമായി തിരിച്ചറിഞ്ഞിട്ട് അതിലുള്ള ആവലാതിയാണ്. ആ ആവലാതി എൽ ഡി എഫിൽ നിന്ന് സീറ്റുകൾ കോൺഗ്രസ് പിടിച്ചെടുക്കുമോ യു ഡി എഫ് പിടിച്ചെടുക്കുമോ എന്നുള്ള ആവലാതിയിലോ ആശങ്കയിലോ ആണ് ബി ജെ പിയെ സപ്പോർട്ട് ചെയ്യാൻ അങ്ങനെ ഒരു സ്റ്റേറ്റ്മെന്റ്. ആക്ച്വലി കോൺഗ്രസ് ഇതിൻ്റെ ഒരു ഫ്രണ്ട് റണ്ണറാണ് കോർപ്പറേഷൻ. നല്ല മാറ്റമുണ്ട്. ഞാൻ ഇന്ന് കാലത്ത് പോയ സ്ഥലങ്ങളിലൊക്കെ ഗ്രൗണ്ടിൽ പ്രവർത്തകർ വലിയ ആവേശത്തിലാണ്. നട്ടുച്ചയാണെന്നോ വെയിലാണെന്നോ രാത്രിയാണെന്നൊന്നുമില്ല. സ്റ്റേറ്റ് പൊളിറ്റിക്കൽ സിറ്റുവേഷൻ കംപ്ലീറ്റ്ലി ഗവൺമെന്റിനെതിരാണ്. അപ്പം ബി ജെ പിയെ സഹായിക്കാൻ വേണ്ടിയാണ് ഇപ്പോൾ ആ ഡീലിപ്പോൾ ഏതാണ്ട് എല്ലാ കാര്യത്തിലും ഓപ്പണായി വരികയാണ്. കഴിഞ്ഞ ദിവസം പാർലമെന്റിൽ ധർമ്മേന്ദ്ര പ്രധാൻ പറഞ്ഞ മറുപടി കേട്ടില്ലേ, ബ്രിട്ടാസിന് നന്ദി പറയാൻ. അപ്പം ഇനി ബി ജെ പിക്ക് തിരിച്ചൊരു നന്ദി പറയാനുള്ള അവസരം കൂടി ഉണ്ടാക്കി കൊടുക്കാനും. ജയരാജ കണ്ടോളൂ, വന്ന് കണ്ണിറയെ കണ്ടോളൂ, ആരാണ് ഏതാണ് ഷാഫി പറമ്പിൽ എന്നൊക്കെയുള്ളത്. ഇവിടെ ഷാഫി പറയുന്ന കാര്യങ്ങൾ ഇപ്പോ ഷാഫിയുടെ പ്രതികരണം തേടിയിട്ട് അങ്ങ് ഡൽഹിയിൽ നിന്ന്, അയാൾക്കും അല്ലെങ്കിൽ പിടിപാട് അങ്ങനെയാണല്ലോ, ഡൽഹിയിലാണല്ലോ. അപ്പൊ ഡൽഹിയിൽ നിന്ന് ആള് വന്നേക്ക. ആരാ വന്നത്? പഴയ ഗോഡി മീഡിയക്കാരാ വന്നേക്കുന്നത്. എന്താ കാര്യം? അവരുടെ ഏജന്റ്, RSSന്റെ ഏജന്റ് പിണറായി വിജയൻ ഇവിടെ വലിയ പ്രതിസന്ധിയിലാ. ആ പ്രതിസന്ധിയെ മറികടക്കാൻ സഹായിക്കണം. അതിന് ഗോഡി മീഡിയക്കാര് കേരളത്തിലേക്ക് കെട്ടുകളിൽ എഴുന്നള്ളിയിരിക്കുകയാണ്. അവിടെ ഷാഫി പറമ്പിലിനോട് ചോദിക്കുന്നത്, നിങ്ങളല്ലേ കോൺഗ്രസ് പ്രൊട്ടക്ട് ചെയ്യുകയല്ലേ എന്ന് ചോദിക്കുമ്പോ അത് ചോദിക്കാനുള്ള എന്ത് അർഹതയാണ് നിങ്ങൾക്കുള്ളത് എന്ന് തിരിച്ചു ചോദിക്കുകയാണ് ഷാഫി പറമ്പിൽ. അത് ഗോഡി മീഡിയയോടാണെങ്കിലും ശരി, അത് പിണറായി വിജയനോടാണെങ്കിലും ശരി. രാഹുൽ മാങ്കൂട്ടത്തിൽ വിഷയത്തിൽ കേരളത്തിലെ കോൺഗ്രസ്, ഈ പ്രസ്ഥാനം വലിയ അഭിമാനകരമായ ഒരു നടപടി, ധാർമ്മികത മുൻനിർത്തിക്കൊണ്ടുള്ള നടപടി, ആ നടപടിയാണ് കേരളത്തിലെ കോൺഗ്രസ് ഏറ്റെടുത്തത് എന്നുള്ളതാണ്. വലിയ അഭിമാനകരമായ നടപടി. ആർക്ക് സാധിക്കും? അയ്യപ്പന്റെ പൊന്നുകെട്ട പത്മകുമാറിനെയും വാസുവിനെയും മുരാരി ബാബുവിനെയും സംരക്ഷിക്കുന്ന സഖാക്കൾക്കോ, മുകേഷിനെയും ശശിയെയും PK ശശിയെയും സംരക്ഷിക്കുന്ന സഖാക്കൾക്കോ ഇത്രയും വലിയ ധാർമ്മികതയുടെ പാഠം കേരളത്തിന്റെ പൊതുസമൂഹത്തിന് നൽകാൻ ത്രാണിയുള്ള വേറെ ഏത് പ്രസ്ഥാനമാണുള്ളത്? നിങ്ങൾ പ്രതിസന്ധിയിലാണ് എന്ന് പറഞ്ഞാൽ സഖാക്കൾ പ്രതിസന്ധിയിലാണ്. വല്ലാത്തൊരു തോൽവി, ആ തോൽവിയെ സഖാക്കൾ മുന്നിൽ കാണുന്നുണ്ട്. ഈ തെരഞ്ഞെടുപ്പില് തോറ്റ് തുന്നം മാറാനാണ് സഖാക്കളുടെ യോഗം എന്ന് പറയുന്നത്. ശബരിമലയിലെ അയ്യന്റെ പൊന്നു കെട്ടത്, ശബരിമലയിലെ സ്വർണ്ണപ്പാളികൾ മോഷ്ടിച്ചത്, ശബരിമലയെയും സന്നിധാനത്തെയും അയ്യപ്പനെയും അവഹേളിച്ചത്, അങ്ങനെ അവസാനം പയ്യന്നൂരിലെ ജോത്സ്യൻ പറഞ്ഞതനുസരിച്ച് ഒരു പരിഹാര ക്രിയ എന്നോണം ആഗോള അയ്യപ്പ സംഗമം നടത്തി. ആ അയ്യപ്പ സംഗമത്തില് UP-യിലെ ഈ ഇന്ത്യ കണ്ട ഏറ്റവും വലിയ വർഗീയവാദിയായിട്ടുള്ള യോഗി ആദിത്യനാഥിന്റെ സന്ദേശം വായിച്ചു. അതോടുകൂടി അയ്യപ്പന്റെ കോപം ഇരട്ടിയായി. അയ്യപ്പൻ കരുതി, നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്, ആഗോള അയ്യപ്പ സംഗമം നടക്കുന്നത് വരെ ഉണ്ണികൃഷ്ണൻ പോറ്റി അറസ്റ്റിലായിട്ടില്ല. ആഗോള അയ്യപ്പ സംഗമം നടക്കുന്നത് വരെ മുരാരി ബാബു ഉണ്ടായിരുന്നില്ല. ആഗോള അയ്യപ്പ സംഗമം നടക്കുന്നത് വരെ വാസു ഉണ്ടായിരുന്നില്ല. ആഗോള അയ്യപ്പ സംഗമം നടക്കുന്നത് വരെ പത്മകുമാറും ഉണ്ടായിരുന്നില്ല. അയ്യപ്പ സംഗമം അവസാനിച്ചതിന് തൊട്ടു പിന്നാലെ ഘോഷയാത്ര ആരംഭിച്ചതാണ്. ആ ഘോഷയാത്ര ഇപ്പോഴും അവസാനിച്ചിട്ടില്ല. ഇനി അടുത്ത വ്യക്തി എന്ന് പറയുന്നത് പത്മകുമാർ പറഞ്ഞിരിക്കുന്ന ആ പേരാണ്. ആ പേര് ആരുടേതാണ്? ആ പേര് ദൈവതുല്യൻ്റെതാണ്. അപ്പോ എല്ലാം കൊണ്ടും പ്രതിസന്ധിയിൽ നിൽക്കുന്ന ഒരു സർക്കാർ, എല്ലാം കൊണ്ടും പ്രതിസന്ധിയിൽ നിൽക്കുന്ന ഒരു മുഖ്യമന്ത്രി, എടുത്തു പറയാൻ പദ്ധതികളില്ല. എന്നാൽ പ്രതിപക്ഷത്തിന് പറയാൻ ഈ പറയുന്ന കഴിവുകേടിന്റെ, പരാജയത്തിന്റെ, സ്വജനപക്ഷപാതത്തിന്റെ, കഴിവില്ലായ്മയുടെ, കൊള്ളരുതായ്മയുടെ, തെമ്മാടിത്തരത്തിന്റെ
അങ്ങനെ ഒരുപാടധികം കഥകള്. ആ കഥകളൊക്കെ മൂടി വെക്കണം. അവിടെ എന്തുണ്ടാവണം? എന്തെങ്കിലും ഒരു പെണ്ണ് കേസ് ഉണ്ടാവണം. ഏത് രീതിയിൽ? 2016 അന്ന് ജനകീയനായ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയെ വീഴ്ത്താൻ സരിതയെ ഉപയോഗിച്ചതുപോലെ ഇന്ന് അധികാര തുടർച്ചയുണ്ടാവാൻ, മുഖ്യമന്ത്രി കസേരയിൽ വീണ്ടും ഇരിക്കാൻ ഇതേ രീതിയിൽ പ്രതിപക്ഷത്തിരിക്കുന്ന ഒരു MLA പെണ്ണ് കേസിൽ പെടുത്തി വേട്ടയാടുകയാണ്. കാരണം എന്താ? കാരണം തുണ്ടുണ്ടെങ്കിലേ മുന്നോട്ട് പോകാൻ കഴിയൂ എന്നുള്ള തിരിച്ചറിവാണ് സഖാക്കളുടേത്. ആ തിരിച്ചറിവിനെയാണ് ഷാഫി പറമ്പിൽ പൊളിച്ചെടുക്കുന്നത്. ജയരാജൻ ചോദിക്കുന്നത് ഷാഫി ആരാണെന്നാ. ഷാഫി ആരാണെന്ന് ഇന്നലെ തിരുവനന്തപുരത്ത് പോയിട്ട് കോർപ്പറേഷനിലേക്കുള്ള പ്രചരണത്തില് സഖാക്കൾക്ക് ബോധ്യപ്പെടുത്തി കൊടുത്തു ഷാഫി പറമ്പിൽ. അവിടെ കാലാവസ്ഥയോ വെയിലോ ചൂടോ സമയമോ പകലോ രാത്രിയോ ഒന്നും ഭേദമില്ലാതെ ആ പത്മനാഭന്റെ മണ്ണില് തലസ്ഥാന നഗരിയില് ഷാഫിയുടെ തേരോട്ടമായിരുന്നു നമ്മൾ ഇന്നലകളിൽ കണ്ടത്. മലബാറിൽ മാത്രമല്ല, കേരളത്തിന്റെ ഏത് മുക്കിലും മൂലയിലും ഷാഫി എന്ന് പറയുന്ന യുവജന നേതാവ് വലിയ രീതിയിൽ ഒരു ആവേശമാകുകയാ. ജനം തടിച്ചുകൂടുകയാ. നമ്മളിൽ മലബാറിൽ മാത്രമല്ല കണ്ടത്, വടകരയിൽ മാത്രമല്ല കണ്ടത്, കോഴിക്കോട്ടും കണ്ണൂരും മാത്രമല്ല നമ്മൾ കണ്ടത്. ഇങ്ങ് തലസ്ഥാന നഗരിയിലേക്ക് വരുമ്പോഴും അവിടെയും ഷാഫി എന്ന് പറയുന്ന ബ്രാൻഡ് ദ റിയൽ ക്രൗഡ് പുള്ളർ എന്ന് തന്നെ പറയേണ്ടി വരികയാ. അയാൾ അത്രമാത്രം ജനമനസ്സുകളിലേക്ക് ഇറങ്ങിച്ചെന്നിരിക്കുന്നു. ജനങ്ങൾ അവരുടെ മനസ്സിൽ ഒരു വലിയ സ്ഥാനം ഈ പറയുന്ന ഷാഫി പറമ്പിൽ എന്ന് പറയുന്ന വടകരയുടെ MP, പാലക്കാടിന്റെ മുൻ MLA, കോൺഗ്രസിന്റെ മുന്നണി പോരാളിക്ക് ജനം വകവെച്ചു കൊടുക്കുന്നു. അത് കാണുമ്പോ ജയരാജൻ അസ്വസ്ഥനാവുന്നുണ്ട്. അത് കാണുമ്പോ ഗോവിന്ദൻ അസ്വസ്ഥനാവുന്നുണ്ട്. അത് കാണുമ്പോ യഥാർത്ഥ പിണറായി വിജയൻ, സാക്ഷാൽ പിണറായി വിജയൻ പോലും അസ്വസ്ഥനാവുന്നുണ്ട്. അതല്ലേ ഇപ്പുറത്ത് അന്തംഗമ്മി അടിമകൾ, സൈബർ അടിമകൾ, ആ അടിമകൾ ഷാഫിയെ രാഹുലിലേക്ക് എത്തിക്കാൻ ശ്രമിക്കുന്നത്, അതല്ലെങ്കിൽ രാഹുലിനെ ഷാഫിയിലേക്ക് എത്തിക്കാൻ ഉള്ള എല്ലാ കളികളും നടത്തുന്നത് അതുകൊണ്ടല്ലേ. പക്ഷേ ഈ കളികളെയൊക്കെ തരണം ചെയ്തവനാണ് ഷാഫി പറമ്പിൽ. ഇതിലും വലിയ കളികൾ വടകരയുടെ മണ്ണിൽ ഷാഫി പറമ്പിൽ കണ്ടതാണ്. വടകരയിൽ കാലുകുത്തിയ ദിവസം മുതൽ അയാളെ ഒരു വർഗീയവാദിയാക്കുവാനുള്ള ശ്രമങ്ങൾ നടത്തി. വടകരയിൽ അയാൾക്ക് ചുറ്റും തടിച്ചു കൂടുന്ന ആബാലവൃദ്ധം ജനങ്ങളെ കാണുമ്പോ, അത് കണ്ടപ്പോ ഞെട്ടിത്തരിച്ച CPM കോട്ടകൾ ഇങ്ങനെ ഇളകി തുടങ്ങിയപ്പോ ഈ സഖാക്കള്, ഈ അന്തംഗമ്മികള്, ഈ അടിമകള്, ഇവരുടെ നേതാക്കള്, ഇവരുടെ യജമാന്മാര്, ഇവരുടെ രാജാവ് തുനിഞ്ഞിറങ്ങിയിട്ടും KK ശൈലജ 8 നിലയിൽ പൊട്ടിയതാണ്. പൊട്ടി എന്ന് പറഞ്ഞാൽ വെട്ടി തുറന്നപ്പോ ശൈലജ പൊട്ടി, 8 നിലയിൽ പൊട്ടി. 1,14,506 വോട്ടിന്. അവിടെ അയാൾ ഷോ അല്ല കാണിച്ചത്, അവിടെ അയാൾ മെഗാ ഷോയായിരുന്നു വടകരയിൽ കാണിച്ചത്. അതിന്ന് അയാൾ കേരളത്തിന്റെ അങ്ങോളം ഇങ്ങോളം ആ മെഗാ ഷോ തുടർന്നു കൊണ്ടിരിക്കുകയാണ്. അപാലവിധം ജനങ്ങള് അയാൾക്കൊപ്പമാ, അയാൾ പറയുന്ന കാര്യങ്ങൾക്കൊപ്പമാ. ഈ സർക്കാരിനെതിരാണ്. ഈ സർക്കാർ ഇന്നിപ്പോ നടത്തുന്ന ഒരു നന്ദി പ്രകടനമാണെന്ന് ഷാഫി പറമ്പിൽ പറഞ്ഞു വെക്കുകയാണ്. ഏതാണ് നന്ദി പ്രകടനം? PM ശ്രീയിൽ ജോൺ ബുട്ടാസ് നടത്തിയ ആ പാലത്തിലൂടെ കൈപിടിച്ചു കൊണ്ടുപോയി ഉണ്ടാക്കിയ ആ ധാരണ പത്രത്തിൽ ഒപ്പിടൽ, അതിനുള്ള ഒരു നന്ദി പ്രകടനം ഇപ്പൊ തിരുവനന്തപുരത്തിന്റെ മണ്ണില് സഖാക്കളും BJPയും സംഘപരിവാറും ചേർന്ന് നടത്തുന്നു എന്ന് പറഞ്ഞാൽ അവിടെ UDFനെതിരെ മത്സരിക്കുന്നത് CJP ആണ്, കമ്മ്യൂണിസ്റ്റ് ജനതാ പാർട്ടിക്കാരാണ്. കൊടുത്തും വാങ്ങിയും സഹകരണത്തോടുകൂടി, വലിയ സ്നേഹത്തോടുകൂടി, കെട്ടുറപ്പോടുകൂടി CJP എന്ന് പറയുന്ന കമ്മ്യൂണിസ്റ്റ് ജനതാ പാർട്ടി എന്ന മുന്നണി അവിടെ മുന്നോട്ട് യാത്ര തുടരുകയാണ്. പക്ഷേ ആ CJPയെ വെട്ടി വീഴ്ത്തുക തന്നെ ചെയ്യും. തിരുവനന്തപുരത്ത് പത്മനാഭന്റെ മണ്ണില് ഈ തദ്ദേശ തെരഞ്ഞെടുപ്പില് കോർപ്പറേഷനില് UDF അധികാരത്തിലേക്ക് വരുമെന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവും വേണ്ട. അവിടെ ശബരിനാഥൻ തന്നെയാണ് മേയറാവാൻ പോകുന്നത്.
ശബരിനാഥൻ ആ തലസ്ഥാന നഗരിയെ ശബരിനാഥൻ കൈവെള്ളയിൽ കൊണ്ടു നടക്കും. അതിന് എല്ലാവിധ പിന്തുണയും ഷാഫി പറമ്പിൽ നൽകുകയാണ്. അവിടെ ഷാഫി തന്റെ ധാർമ്മികത മുന്നിൽ വെക്കുന്നു. അതോടൊപ്പം സർക്കാരിന്റെ കഴിവുകേടുകൾ, ചെറ്റത്തരങ്ങൾ, തെമ്മാടിത്തരങ്ങൾ, അയ്യന്റെ പൊന്ന് കക്കാൻ മടി കാണിക്കാത്തവൻ ചെറ്റ എന്നല്ല അവനെ വിളിക്കാൻ പറ്റുമോ? അയ്യന്റെ പൊന്ന് കൊള്ളയടിക്കാൻ മടി കാണിക്കാത്തവനെ തെമ്മാടി എന്നല്ല വിളിക്കാൻ കഴിയുകയുള്ളൂ. ആ തെമ്മാടിത്തരങ്ങളെ തുറന്ന് കാണിക്കുകയാണ് ഷാഫി പറമ്പിൽ.